ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ മുഖാമുഖം ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഇയർ MBBS പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അത്യാവശ്യം ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ചേച്ചി MBBS എന്തൊരു പാടാണ്, നീറ്റിനേക്കാളും എന്തൊരു പാടായി, അനാട്ടമി ഈസ് ഫീലിംഗ് ലൈക്ക് ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റ് വരുന്നത്. ചേച്ചി ഇതെങ്ങനെയാണ് ഞാൻ പാസ്സാവുന്നത്, എന്തായാലും എടുത്തും പോയി, ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. MBBS എന്തോ ക്രൂരതകൾ നിങ്ങളോട് ചെയ്ത രീതിയിൽ വരെ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു വികാരമാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ഏതൊക്കെ ബുക്ക് ഫോളോ ചെയ്യണം, എങ്ങനെ പഠിക്കണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതൊന്നും നമ്മളുടെ കൈക്കുള്ളിലാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. അപ്പോൾ എന്തായാലും MBBS പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി വരുന്നൊരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സെൽഫ് ഫിനാൻസിങ് ഗവൺമെൻറ് അങ്ങനെ രണ്ട് തട്ടിൽ കാണുന്ന പരിപാടി ഇല്ലല്ലോ. കാരണം MBBS ഇപ്പോൾ ഗവൺമെൻറ്റിൽ പഠിക്കുന്ന ആളും പഠിക്കുന്നത് MBBS ആണ്, ഞാനും പഠിക്കുന്നത് MBBS ആണ്. അപ്പോൾ ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും നിലവിൽ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പാസ്സായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റും. ഈ നമ്മുടെ ഈ ഒരു MBBS ലൈഫ്, ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കോളേജ് കാലഘട്ടമാണ്. പക്ഷെ ആ ഒരു സമയമായിട്ട് പോലും ഇതെങ്ങനെ ഇത്ര സ്ട്രെസ്ഡ് ആവുന്നു. എന്തായാലും ആർട്സ് കോളേജിൽ ഒക്കെ പഠിക്കുന്ന കൊച്ചുങ്ങളുടെ അത്രയും നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു പീരീഡിലും അത്യാവശ്യം എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. എന്തായാലും ഇതിനകത്തിൽ ഭൂരിഭാഗം ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരും ഇത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. മനസ്സിലായോ? 1, 2, 3 വർഷം ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അത്രത്തോളം ഇഷ്ടത്തോടെ വന്നതാണ്. പിന്നെ എങ്ങനെ ഈ ഒരു ലൈഫ് സ്ട്രെസ്ഡ് ആവുന്നു? അതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ, നിങ്ങൾ നീറ്റിനെ കാണുന്നൊരു രീതിക്ക് ഇതിനെയും കാണുന്നു. പിന്നെ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം MBBS ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ ഇയർ ബാക്ക് ആവും. അതായത് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നീറ്റിന് ഒരു ഗവൺമെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ ഒരു വർഷം പോകുന്ന പോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ MBBS നോർമൽ എക്സാം എഴുതി പാസ്സായില്ല, എഴുതി പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി 2025 അതായത് 2026 ബാച്ചിൻ്റെ കൂടെ പോകും. അതായത് ഇപ്പോൾ 25 ബാച്ചിൽ കയറിയവർ 26 ബാച്ചിൻ്റെ കൂടെ, അതായത് നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ പഠിക്കേണ്ടി വരും. അവരുടെ കൂടെ പഠിച്ച് അവരുടെ കൂടെ എക്സാം എഴുതി അവരുടെ ബാച്ചിൽ കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്നത്. പക്ഷേ ഇത് അത്ര വലിയൊരു ടാസ്ക് അല്ലടാ. നീറ്റിൻ്റെ പോലെ ഒരു വലിയ ടാസ്ക് അല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ സീറ്റ് ആരും കൊണ്ടുപോകത്തില്ലല്ലോ. നീറ്റിന് അങ്ങനെ അല്ലല്ലോ, നമുക്ക് ഒരു സീറ്റ് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള സീറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. പിന്നെ ഈ അടവണ്ടാരൻ ടെക്സ്റ്റൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കാറ്റ് പോകാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ എൻ്റെ ഒരു സർജറിയുടെ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചൊരു ടാബാണ് കേട്ടോ, സാംസങ് S9 FE. നിങ്ങൾ മേടിക്കണം, ഒരു ടാബൊക്കെ മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും, നമുക്ക് നോട്ട്സ് എഴുതാനും ക്ലാസ് കാണാനും ഒക്കെ. അപ്പോൾ അതെ, ഇതെൻ്റെ സർജറിയുടെ ടെക്സ്റ്റാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കുന്നവരുടെ കിളി പോവും. എൻ്റെയും കിളിയൊക്കെ പോകാറുണ്ട്. പക്ഷെ പിന്നെ നമുക്ക് ഇത്രയും ഈ 3 വർഷം പാസ്സായിട്ട് വന്നൊരു എക്സ്പീരിയൻസിൽ നമുക്കിതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു ബേസിക് ഐഡിയ ഉണ്ട്. അറ്റ്ലീസ്റ്റ് എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ടെക്സ്റ്റ് കണ്ട് നമ്മൾ ഇത്രയും, അതായത് ഇതിനകത്തുള്ള A to Z പഠിക്കണമല്ലോ, ഞാൻ എങ്ങനെ പഠിക്കും, അങ്ങനെ സ്ട്രെസ്ഡ് ആവാനായിട്ട് നിൽക്കരുത്. നമുക്കിപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്, നമ്മളുടെ കയ്യിൽ ഇത്ര സമയമുള്ളൂ. ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മാത്രമല്ല പഠിക്കാനുള്ളത്. അനാട്ടമി പഠിക്കാനുണ്ട്, ഫിസിയോളജി പഠിക്കാനുണ്ട്, ബയോകെമിസ്ട്രി പഠിക്കാനുണ്ട്, ഹിസ്റ്റോളജി ഉണ്ട്, ന്യൂറോനാറ്റമി ഉണ്ട്, എംബ്രിയോളജി ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ പരമാവധി ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമ്മളൊരു അറ്റത്തുനിന്ന് തുടങ്ങുക, സമാധാനമായിട്ട് തുടങ്ങുക. നിങ്ങളുടെ മനസ്സിനെ ആദ്യം പീസ്ഫുൾ ആക്കുക. നിങ്ങളുടെ കോളേജ് ലൈഫിലേക്ക് വന്നതാണ്, അല്ലാതെ വീണ്ടും മറ്റേ നീറ്റിൻ്റെ പോലെ സ്ട്രെസ്ഡ് ഔട്ട് ആവാനായിട്ട് വന്നതല്ല. നമ്മൾ അത്യാവശ്യം സമാധാനമായിട്ട് പഠിക്കുക. കോളേജ് ലൈഫിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് സമയം പഠിക്കുക. അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് കോളേജിൽ നടക്കുന്നതെന്നുള്ളൊരു ഐഡിയ എങ്കിലും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഒരു മാസം സ്റ്റഡി ലീവ് ഒക്കെ കിട്ടുമോ. ആ ഒരു സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അനാട്ടമിയിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഡിവിഷൻസ് ഉണ്ട്. അതായത് അപ്പർ ലിംബുണ്ട്, ലോവർ ലിംബുണ്ട്, അബ്ഡമൻ ഉണ്ട്, ഹെഡ് ആൻഡ് നെക്ക് ഉണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഹിസ്റ്റോളജി ഉണ്ട്, എംബ്രിയോളജി ഉണ്ട്, ന്യൂറോ അനാട്ടമി ഉണ്ട്. അപ്പോൾ അനാട്ടമിയിൽ തന്നെ നമുക്ക് 7 മൈനർ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കും? നമ്മൾ ഈ A to Z കാര്യങ്ങൾ പഠിക്കേണ്ടടാ, പഠിക്കണം എന്നല്ല. ഇപ്പം നമ്മളിപ്പോൾ എത്ര കണ്ട് A to Z വായിച്ച് പഠിച്ചാലും MBBS എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമുക്ക് ആ ഒരു ക്ലിനിക്സിലോട്ട് വരുമ്പം നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അത്യാവശ്യം തിയറി നോളജ് വേണം. എന്നാലും നമ്മൾ ക്ലിനിക്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ തറവാവുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ ആൻറ്റിവൈറൽ ഡ്രഗ്സ് അതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചാലും നമ്മളത് കുറേ പഠിക്കുമ്പോൾ ബാക്കി മറന്നു പോകും. പക്ഷേ ക്ലിനിക്സിലേക്ക് കയറി പേഷ്യൻസിനെ കണ്ട് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ ഫിക്സ്ഡ് ആവും. ഇപ്പം 200 milligram OD BD എന്നൊക്കെ പറഞ്ഞ് ഇന്ന ഡ്രഗ്സൊക്കെ പഠിച്ചാൽ അതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ലടാ. നമ്മളിപ്പോൾ A to Z ഇപ്പോൾ ഒരു വർഷം ഒരു 10 മണിക്കൂർ വെച്ച് പഠിച്ചാൽ പോലും നമ്മുടെ തലയിൽ കയറുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ക്ലിനിക്സിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇതൊക്കെ പക്കായിട്ട് നമ്മുടെ തലയിലേക്ക് കയറുന്നത്. പിന്നെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അനാട്ടമിയൊക്കെ ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കണം. വെയിൻസും ആർട്ടറിയും എല്ലാം നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കണം. പിന്നെ കുറേ പേർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പേടി ഉണ്ടാവും ഈ കെഡാവർ, അതായത് ഡെഡ് ബോഡീനെയൊക്കെ കാണുമ്പം തൊടാനും ഒക്കെ ബ്ലഡ് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഫിസിയോളജിയിൽ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മാറ്റിയെടുക്കുക. നമ്മൾ ഈ ഒരു പുതിയ എൻവയോൺമെൻറ്റിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക കേട്ടോ. അതാണ് വേണ്ടുന്നത്. അപ്പോൾ അനാട്ടമിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഫൈനൽ ഇയറിലൊക്കെ ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ സിസ്റോൺ മേടിക്കുക, എല്ലാവരും സിസ്റോൺ മേടിക്കുക. സിസ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആണടാ. അതിനകത്തിൽ ഇപ്പോൾ ഓരോ ടോപ്പിക്കിൽ ഇപ്പം ഹെഡ് ആൻഡ് നെക്കിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ അപ്പർ ലിമ്പിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്, അത് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ 2018-ലും 19-ലും 20-ലും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അതിനകത്തിലെ ഡേറ്റ് സഹിതം ഉണ്ടാവും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ UQ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തന്നെയും പിന്നെ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടും ചോദിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുക. നമുക്ക് സിസ്റോൺ കൂടാതെ ഡെസിഫർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഡെസിഫർ മേടിക്കേണ്ട കാര്യമില്ല, സിസ്റോൺ തന്നെ ഫോളോ ചെയ്താൽ മതി. കാരണം ഡെസിഫർ നമ്മൾ ഇത്തിരി കൂടെ ക്ലിനിക്കലിൽ കയറുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത്. ക്ലിനിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യൻസിനെ കണ്ടുപഠിക്കാൻ തുടങ്ങത്തില്ലേ, ഇപ്പം ഗൈനക്കോളജി, സർജറി, മെഡിസിൻ, അവിടെയൊക്കെയാണ് നമുക്ക് ഡെസിഫർ കൊണ്ട് പ്രയോജനം വരുന്നത്. കാരണം ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസ് സഹിതം ഇതിനകത്തിലുണ്ട്. അപ്പം നമുക്ക് ആ ഒരു എസ്സേയിലേക്കൊക്കെ എത്താനായിട്ട് സഹായിക്കും. ഇപ്പം നിങ്ങൾക്ക് സിസ്റോൺ മതി. ഇപ്പം സിസ്റോണിനകത്തിൽ ഇപ്പോൾ ഇഷ്യൂറക്ടൽ ഫോസ, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് വെച്ച് പഠിക്കുക. എല്ലാം ഡയഗ്രാം വരച്ച് പഠിക്കുക. നമുക്ക് ആദ്യം കാണുമ്പോൾ ഈ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ പാടായിട്ട് തോന്നും. നിങ്ങൾ 1-2 വട്ടം ട്രൈ ചെയ്യുക. നമ്മൾ അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ വരച്ചാൽ മതി. നമ്മളിപ്പോൾ രാജാ രവിവർമ്മയൊന്നും ആണോ എന്നല്ല എക്സാമിനെ ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവോ എന്നുള്ളത് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എസ്സേ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ലിംഫ് നോഡിൻ്റെ ഒരു എസ്സേ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്രസ്റ്റിൻ്റെ ഡയഗ്രാം വരച്ച് ആ ലിംഫ് നോഡ്സ് ഒക്കെ എവിടെയൊക്കെയാണെന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ പേര് എഴുതുക. പിന്നെ ആ ഡയഗ്രത്തിനകത്തുള്ള പേര് തന്നെ ഒന്നും കൂടെ എടുത്തെഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും 2.5-3 മാർക്ക് കിട്ടും. നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ ഇപ്പം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 4 മാർക്ക് തന്നെ കിട്ടുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ എത്ര നന്നായിട്ട് എഴുതിയാലും മാക്സിമം 3 മാർക്ക് 3.5 മാർക്ക് വരെ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ അതിനകത്തിലൊക്കെ, അതായത് ഇപ്പോൾ ഒരു 50 മാർക്കിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് 30 മാർക്കേ കിട്ടിയുള്ളൂ. ആ ഒരു രീതിയിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. മറ്റേ സ്കൂൾ ലെവലിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നോക്കണം, അതായത് നിങ്ങൾ പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിലും പാസ്സാവുന്ന പെർസെൻറ്റേജ് ഭയങ്കര കുറവ് എന്നല്ലടാ, അത്യാവശ്യം ഒരു നല്ല പ്രപ്പോർഷനകത്തുനിന്ന് ഫെയിലായി ഇയർ ബാക്ക് ആയി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെങ്ങനെയെങ്കിലും നമ്മൾ ഇത് നല്ല രീതിയിൽ പഠിച്ചു പോവുക. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. നമ്മൾ എക്സാമിന് പാസ്സായി പോവുക. ഫെയിലായി പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇയറിനെ അത് എഫക്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി എക്സാം നമുക്കൊരു നൈറ്റ് മെയർ ആവും. ഓൾറെഡി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അമ്പലത്തിലേക്ക് ഉത്സവം പോലെയാണ്. സാധാ ഒരു എക്സാം അല്ല, ഒരു 7-8 ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല. ഇതൊരു 1 മാസത്തെ കലാപരിപാടിയായിരിക്കും. ഓരോ പേപ്പർ, ഇപ്പം അനാട്ടമി ആണെങ്കിൽ അതിൻ്റെ പേപ്പർ 1, പേപ്പർ 2, ഫിസിയോളജി ആണെങ്കിൽ അതിൻ്റെ പേപ്പർ 1, പേപ്പർ 2, ബയോകെമിസ്ട്രിയുടെ പേപ്പർ 1, പേപ്പർ 2, അതിൻ്റെ പ്രാക്ടിക്കൽ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടിയാണ്. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഇത്തിരി സമയം എടുക്കും. ആ ഒരു എൻവയോൺമെൻറ്റും ഒക്കെ ആയിട്ട് അഡാപ്റ്റഡ് ആവാൻ ഇത്തിരി സമയം എടുക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ വലിച്ച് വാരി സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എല്ലാം കാണാതെ പഠിക്കാനൊന്നും നിൽക്കരുത്. ഡയഗ്രാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. ഡയഗ്രാം വരയ്ക്കുക, ഡയഗ്രത്തിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ താഴെ എടുത്തെഴുതുക. അതിൻ്റെ എന്തെങ്കിലും അത്രയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അതായത് എനിക്ക് ഓർക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാരണം 1-2 കാര്യങ്ങളല്ല നമ്മൾ പഠിക്കുന്നത്. ഇത്രയും ടെക്സ്റ്റ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുക. ഇപ്പോൾ ഫിസിയോളജി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും ഒക്കെ അങ്ങനെ പഠിക്കുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തുക. ഇതിനിടയ്ക്ക് നമ്മുടെ കോളേജ് ലൈഫാണ്, അത് എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ടുള്ളൊരു സമയമൊക്കെ കണ്ടെത്തുക. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ സീറ്റ് ആരും കൊണ്ടുപോകത്തില്ലടാ. പിന്നെ ടാബ് മേടിക്കുന്ന
പഠിക്കുന്നവരാണെങ്കിൽ ടാബ് മേടിക്കാം, നമുക്ക് അതിനകത്തുള്ള നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ എഴുതാനായിട്ട് പറ്റും. നോട്ട്ബുക്ക് ആണെങ്കിലും മതി. പിന്നെ ഇനിയിപ്പം കുറേ പേര് മാരോ എടുക്കുന്നതിൻ്റെയൊക്കെ പിന്നിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ മാരോയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഫസ്റ്റ് ഇയർ നിങ്ങൾ മാക്സിമം മാരോ എന്ന് പറയുന്നത് PG പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അത് നിങ്ങൾ ഫസ്റ്റ് ഇയർ എടുക്കണ്ട. കാരണം ഫസ്റ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഒക്കെയുടെ ആ ഒരു പെടാപ്പാടിലായിരിക്കും. സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റ് ഇയർ ഇപ്പോൾ നിങ്ങൾ തൽക്കാലം തിയറി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എടുക്കണം എന്നുള്ളവർ, അതായത് ഇതെല്ലാം എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവർ മാരോ എടുക്കുക. ഞാൻ അത്രയും കൂടെ നിങ്ങളെ പ്രഷറൈസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അങ്ങനെ എടുത്ത് പോകാം. നമ്മളൊരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സിമ്പിളായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും സിസറോൺ മേടിക്കുക. സിസറോൺ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണല്ലോ. അത് നമുക്കിപ്പോൾ ഇത്രയും ഒരു ടെക്സ്റ്റിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വരും. സിസറോൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. എന്തായാലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുള്ള കളി മതി ബാക്കി അങ്ങോട്ട്. എല്ലാം കൂടെ കിടന്ന് പഠിക്കാൻ നിൽക്കേണ്ട. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുക. ഞാനും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു ഓർമ്മ കാണുമല്ലോ, അത് വെച്ച് അതും കൂടെ പഠിക്കുകയായിരുന്നു ചെയ്തത്. നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, കൂളായിട്ട് തന്നെ ഇരിക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് ഒത്തിരി മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഫസ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളൊരു വർഷം. നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുപോലെ ക്ലാസ്സിൽ പോകുന്നതും തിരിച്ചു വരുന്നതും പിന്നെ ആദ്യമായിട്ട് ഹോസ്റ്റൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും മുതൽ ഭൂരിഭാഗം നിങ്ങൾ ആരും ക്ലാസ്സിലൊന്നും കയറാൻ തന്നെ പോകുന്നില്ല. മിക്കവാറും കുറേ ക്ലാസ്സൊക്കെ കട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയറിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് ലൈഫ് ഉണ്ടാകുന്നത്. പിന്നെ കുറേ പേര് മറ്റേ ഫസ്റ്റ് ഇയറിലെ ബുക്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അനാട്ടമിക്ക് ഏറ്റവും നല്ലത് വിശ്രാം സിംഗ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. ചില കോളേജിൽ BD ചൗരസ്യം ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ വിശ്രാം സിംഗ് ആണ് നല്ലത്. അപ്പർ ലിംബ്, ലോവർ ലിംബ്, ഹെഡ് ആൻഡ് നെക്ക്, ന്യൂറോ അനാട്ടമി, എംബ്രിയോളജി ഇതെല്ലാം വിശ്രാം സിംഗ് ആണ് നല്ലത്. ഹിസ്റ്റോളജി IB സിംഗ് കുഴപ്പമില്ല, IB സിംഗ് നല്ലതാണ്. ഫിസിയോളജിയിൽ നമുക്ക് 2 ടെക്സ്റ്റാണുള്ളത്, ഗീതയും ഉണ്ട്, GK പാലും ഉണ്ട്. GK പാൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ഫ്ലോ ചാർട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. ഗീത എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ഡിസ്ക്രിപ്റ്റീവായിട്ടായിരിക്കും. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിച്ചാലുള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെ മറന്നു പോയാലും നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ഈ GK പാൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഇവിടെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. GK പാലിൻ്റെ ഇംഗ്ലീഷ് ഇത്രയും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇംഗ്ലീഷാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു, എനിക്ക് ഗീതയായിരുന്നു ഇഷ്ടം. കാരണം നമുക്കതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മൊത്തം ഒരു കഥ പോലെ വായിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലിരിക്കും. പിന്നെ ഫ്ലോ ചാർട്ട് ബേസ് ചെയ്ത് പഠിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, ഇത്രയും കൂടെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ, അവർക്ക് GK പാലായിരിക്കും നല്ലത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. പിന്നെ ബയോകെമിസ്ട്രിക്ക് ആകെ ഒരൊറ്റ ടെക്സ്റ്റേ ഉള്ളൂ, DM വാസുദേവൻ, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ, അതായത് ഞാൻ ഇത്രയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ ഫസ്റ്റ് ഇയറിലെ ബുക്സൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം. ഞാനിപ്പോൾ കുറേ പേരുടെ മെസ്സേജ് കണ്ടു, അങ്ങനെ കുറച്ച് പേർക്ക് എന്തായാലും ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം MBBS മാത്രമല്ലടാ, BDS BMS എല്ലാത്തിൻ്റെയും ബുക്സ് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യണം. പിന്നെ സിസ്റോൺ വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം. ബുക്ക് സ്റ്റോൾ വഴി ഞാൻ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്തല്ല, ആ ബുക്ക് സ്റ്റോളിൽ നിങ്ങളുടെ കോൺടാക്ട്സ് അഡ്രസ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തന്നോളും. എന്തായാലും വിശ്വസിക്കാം, അതെനിക്ക് ഉറപ്പ് തരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ കുറേ പേർക്ക് കൊറിയർ അയച്ച് കൊടുത്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. കൂളായിട്ടിരിക്കടാ, ഇതൊക്കെ സിമ്പിളാടാ.